AV ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് മറാൻസിൻ്റെ സിനിമ 40 എന്ന് പറഞ്ഞിട്ടുള്ള AV റിസീവറാണ്. ഇത് 9.4 ചാനൽ ആംപ് ഔട്ടും അതേപോലെ തന്നെ 11.4 ചാനൽ പ്രീ ഔട്ടുള്ള ഒരു ആംപ്ലിഫയറാണിത്. മറാൻസിൽ 5 മോഡലുകളായിട്ടാണ് ഇപ്പോൾ പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ളത് സിനിമ 70 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും, പിന്നെ സിനിമ 60, സിനിമ 50, സിനിമ 40, സിനിമ 30 എന്നീ മോഡലുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിലേറ്റവും ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് സിനിമ 30 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഈ സിനിമ 40 എന്ന് പറഞ്ഞ മോഡലിൽ ഡോൾബി അറ്റ്മോസ്, ഐമാക്സ്, DTS X, ഓറോ 3D തുടങ്ങിയിട്ടുള്ള സൗണ്ട് ഫോർമാറ്റുകളും ഡോൾബി വിഷൻ, HDR10 തുടങ്ങിയിട്ടുള്ള വീഡിയോ ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ 8K വീഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് HDMI പോർട്ടുകളും 8K വീഡിയോ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 4K 120 ഹെർട്സിൽ ഇതിൽ പ്ലേ ചെയ്യാവുന്നതാണ്. 8K വരുമ്പോൾ 60 ഹെർട്സിൽ ഇത് പ്ലേ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പഴയ മോഡലിൽ നിന്നും വ്യത്യാസം എന്ന് പറയാനുള്ളത് ഇതിൽ 4 സബ്വൂഫർ ഔട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ് MRP വരുന്നത്. അതേപോലെ തന്നെ പഴയ റിസീവറിൽ നിന്നും വ്യത്യാസമായിട്ട് ഇതിൻ്റെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. എല്ലാം പുതിയ സോഫ്റ്റ്വെയർ കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം ഈക്വൽ മോഡൽ എന്ന് പറയുന്നത് പഴയ മോഡലായിട്ടുള്ള SR7015 എന്ന് പറഞ്ഞ മോഡലായിരുന്നു. പിന്നെ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അവരെല്ലാം റിമോട്ട് കാര്യങ്ങളൊക്കെ ഒരു പുതിയ പാക്കേജിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു പവർ കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൈക്കും വരുന്നുണ്ട്. പിന്നെ അവർ പുതിയ പാക്കിങ്ങൊക്കെ കുറച്ച് ഒന്നും കൂടി സേഫ്റ്റി ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. അതിലൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അവരെ കംപ്ലീറ്റ് യൂസർ ഗൈഡാണിത്. പിന്നെ ഇതാണ് ഇതിൻ്റെ വൈഫൈ, ബ്ലൂടൂത്ത് ആൻറ്റിനകൾ. അതേപോലെ 2 ബാറ്ററി വരുന്നുണ്ട്. റിമോട്ട് പഴയതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് അവർ സ്ലിമ്മായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പഴയതിനെക്കാട്ടിലും കുറച്ച് നല്ല റിമോട്ടാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ റിയർ പാനൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വൈഫൈ, ബ്ലൂടൂത്ത് ആൻറ്റിനകൾ കണക്ട് ചെയ്യാനുള്ള 2 പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കേബിൾ, സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള RCA കേബിൾ, പിന്നെ എതർനെറ്റിൻ്റെ ഒരു പോർട്ട്, പിന്നെ കംപ്ലീറ്റ് HDMI പോർട്ട് വരുന്നുണ്ട്. എല്ലാം 8K ആണ്. 7 HDMI പോർട്ടാണ് ഇൻപുട്ട് ബാക്ക് സൈഡിൽ വരുന്നത്. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇൻപുട്ട് ചെയ്യാവുന്ന സിഗ്നൽ HDMI പോർട്ടുകളാണ്. അതേപോലെ തന്നെ 3 HDMI ഔട്ട്പുട്ടുകളാണ് വരുന്നത്. അതിൽ ARC, EARC സപ്പോർട്ടഡ് ആണ്. പിന്നെ സോൺ 2 ഒരു 4K HDMI ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇതാണ് EARC സപ്പോർട്ട് ചെയ്യുന്ന ഒരു HDMI പോർട്ടാണത്. HDCP 2.3 വരുന്ന വെർഷനിൽ വരുന്ന HDMI പോർട്ടുകളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ
കമ്പോണൻ്റ് വീഡിയോ ഇൻപുട്ടുകളാണ് ഇതൊക്കെ. ഇത് നമുക്ക് പഴയ DVD പ്ലെയർ, CD പ്ലെയർ ഇതിൽ നിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ജപ്പാൻ മെയ്ഡിലാണ് ഈ റിസീവർ വന്നിട്ടുള്ളത്. ഇത് സിനിമ 30 അതൊക്കെ ജപ്പാൻ മെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ സ്പീക്കർ ടെർമിനൽ എന്ന് പറയുന്നത്. ഇത്രയും സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. IR റിമോട്ടുകൾ യൂസ് ചെയ്യാനുള്ള പോർട്ടുകളാണിത്. പിന്നെ അതേപോലെ ഇത് ഓട്ടോമേഷൻ ചെയ്യാനുള്ള ഒരു പോർട്ടാണ്, നമുക്ക് മോണിറ്ററായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ DC ഔട്ട്പുട്ടുകളാണത്. അതേപോലെ ഗ്രൗണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടെർമിനലാണത്. പിന്നെ ഇതൊക്കെ പഴയ ഓഡിയോ ഇൻപുട്ട് ചെയ്യാനുള്ള ടെർമിനലുകളാണ്. ഇതൊന്നും ഇപ്പോൾ പുതിയതായിട്ട് ആരും യൂസ് ചെയ്യാറില്ല. പൊതുവെ ഇത്രയും വലിയൊരു AV റിസീവർ വാങ്ങുമ്പോൾ എല്ലാവരും HDMI വഴി തന്നെയാണ് കണക്ട് ചെയ്യുക. പിന്നെ ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ പ്രീ ഔട്ട് വരുന്നത്. 11 ചാനലാണ് ഇതിൽ പ്രീ ഔട്ട് വരുന്നത്. പിന്നെ അതേപോലെ ഇതാണ് ഇതിൻ്റെ 4 സബ് ഊഫർ ഔട്ട് എന്ന് പറയുന്നത്. അത് 4ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സബ് ഊഫർ ഔട്ടാണ്. 4ഉം സെപ്പറേറ്റ് ചാനലായിട്ട് തന്നെയാണ് വരുന്നത്. പഴയതിൽ അത് 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4 എണ്ണമായിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോൺ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 പോർട്ടുകളുണ്ട്. ഇത് നമുക്ക് സ്റ്റീരിയോ ആയിട്ട് നല്ല ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട് എടുക്കാവുന്നതാണ്. പിന്നെ 710 വാട്ട്സാണ് ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത്. അതതിൻ്റെ പീക്ക് ലെവലിൽ അത് യൂസ് ചെയ്യുമ്പോഴാണ് അത്രയും വാട്ട്സ് ഉപയോഗിക്കുന്നത്. എക്കോ മോഡിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര വാട്ട്സ് നമുക്ക് പവർ കൺസംഷൻ വരില്ല. ഒരു 500-450 വാട്ട്സൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ 2 ഒപ്റ്റിക്കൽ ഇൻപുട്ടുകൾ വരുന്നുണ്ട്, 2 പോർട്ടായിട്ട് വരുന്നുണ്ട്. അതേപോലെ പഴയ നമ്മളെ ഡിജിറ്റൽ ഓഡിയോ അത് ചെയ്യാനുള്ള 2 ടെർമിനലുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് 4 ലക്ഷം രൂപ MRP ഉണ്ടെങ്കിലും ഇതിൽ 50% മുകളിൽ ഇതിന് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് തരാവുന്നതാണ്. GST ബില്ല് അതേപോലെ തന്നെ ഓതറൈസ്ഡ് വാറണ്ടി എല്ലാം തന്നെ നമ്മളെ AV ഗാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനടുത്തായിട്ടാണ്. നമ്മളൊരുവിധം എല്ലാ മേജർ AV റിസീവറുകളും സ്പീക്കറുകളും പ്രൊജക്ടറുകളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. ഇതിൽ 2 നോബുകൾ വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട്. അതൊന്ന് സോഴ്സ് സെലക്ട് ചെയ്യാനും ഒന്ന് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബുകളാണ്. പിന്നെ റൗണ്ടിൽ സെൻട്രലായിട്ട് വരുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. കൂടാതെ തന്നെ അതിനൊരു താഴെ വരുന്ന ഒരു ഷട്ടറുണ്ട്, അവിടെ വേറെ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് താഴെ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മാനുവലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ബട്ടൺസ് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ ODC കാലിബ്രേറ്റ് ചെയ്യുന്ന മൈക്ക് ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. ആ താഴെ കാണുന്ന ജാക്കിലാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു USB 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്റ്റേണലായിട്ട് പവർ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു നാവിഗേഷൻ ബട്ടൺസ് കാണാം. പിന്നെ ഓപ്ഷൻസ് അതേപോലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബട്ടൺസും അതേപോലെ നാവിഗേഷൻ മെനു എടുക്കാൻ പറ്റുന്ന ഒരു ബട്ടൺസുമാണുള്ളത്. അതേപോലെ ഇൻഫോ, പിന്നെ നമുക്ക് ബാക്ക് അടിക്കാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ താഴെ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. മുകളിലെ ഡിസ്പ്ലേ അതുമാണ്. പിന്നെ അത് സെറ്റപ്പ് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്കാണ്. ഇത് നമുക്ക് USB കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ
ഇവിടെ 8 സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇത് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ബട്ടൺസുകളാണ്. ഇവിടെ സോൺ 2, അതേപോലെ തന്നെ ഡിമ്മർ, സ്റ്റാറ്റസ്, MDAX തുടങ്ങിയിട്ടുള്ള ബട്ടൺസുകൾ ഇവിടെ കാണാം. പിന്നെ ഇതാണ് പവർ ബട്ടൺ വരുന്നത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ മറാൻസിൻ്റെ സിനിമ 40 എന്ന് പറഞ്ഞിട്ടുള്ള AVRനെ കുറിച്ച് പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് നമ്പറിലായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ തരാവുന്നതാണ്. പിന്നെ ഈ യൂണിറ്റ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിസീവറാണ്. അതുകൊണ്ട് ഇത് മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മൾ തരുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.